നമസ്കാരം. കേരളത്തിലെ ഒന്നാകെ നേരിടുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം. തെരുവുനായയുടെ ആക്രമണത്തിനിരയായ ഒരു കുട്ടിയുടെ അമ്മയുടെ കണ്ണീരിന്റെ കഥയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അമ്മോ, കൊച്ചിന്റെ ഒരു കാര്യം, നീ ഇതുവരെയായിട്ട് എഴുന്നേച്ചില്ലേ? ഞാൻ അങ്ങോട്ട് വന്നാൽ നല്ല തല്ല് കിട്ടും കേട്ടോ. മണി 7 നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? പെട്ടെന്ന് എഴുന്നേറ്റ് വന്നേ. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ കുറച്ചും കൂടെ ഉറങ്ങട്ടെ, എനിക്ക് ഉറക്കം വരുന്നു. നീ ഉറങ്ങിക്കോ, സുഖമായി ഉറങ്ങിക്കോ. നിനക്ക് ഉറങ്ങിയാൽ മാത്രം മതിയല്ലോ, പഠിക്കൊന്നും വേണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ വന്നതിന്റെ പേപ്പർ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ, രാവിലെ നേരത്തെ എഴുന്നേച്ച് പഠിക്കാനുള്ളത് പഠിച്ച് സ്കൂളിൽ പറ്റണമെന്ന്. നിന്റെ മാർക്ക് കുറവാണെന്നുള്ള കാര്യം ഞാനുള്ള വീട്ടുകാരോട് പറയണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നേ. അയ്യോ അമ്മേ, അതിവിടെ ആരോടും പറയല്ലേ. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചോളാം. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. എങ്കിൽ എൻ്റെ മോള് പെട്ടെന്ന് പോയി പാല് വാങ്ങിച്ചിട്ട് വാ. ശരി അമ്മേ. പിന്നെ അന്ന് കാട്ടോ, പത്തിലൂടെ. അയ്യോ, ഒരു പട്ടി. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ഇത് പട്ടി കടിക്കാൻ വരുന്നേ. അയ്യോ, എനിക്ക് കടിക്കല്ലേ, എനിക്ക് കടിക്കല്ലേ. അയ്യോ, എന്റെ മോളെ, പോ പട്ടി, പോ. ആരും എന്റെ മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? എന്റെ മോൾക്ക് എന്താ പറ്റിയത് ഡോക്ടറെ? അവൾക്ക് ഒരാപത്തും കൂടാതെ തിരിച്ചു തരണേ എന്റെ ഡോക്ടറെ. തെരുവ് നായ്ക്കൾ എന്റെ മോളെ കടിച്ച് കീറിയില്ല എന്റെ ദൈവമേ. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, നമുക്ക് വേണ്ടത് ചെയ്യാം. വന്നുടനെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. മുഖത്താണ് കൂടുതൽ പരിക്ക്. നിങ്ങൾ വിഷമിക്കട്ടെ കേട്ടോ. മോളെ, നീ എന്തേലും ഒന്ന് കഴിക്കും മോളെ. നിനക്ക് പനിയുള്ളതല്ലേ? അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട പാൽക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്തേലും ഒന്ന് കഴിക്കും മോളെ. എനിക്ക് ഒന്നും വേണ്ടമ്മേ. കഞ്ഞി പോയിട്ട് ഉമനേരി പോലെ ഇറക്കാൻ പറ്റുന്നില്ല അമ്മേ. ദാഹിച്ചിട്ട് വയ്യമ്മേ. പക്ഷേ വെള്ളം കാണുമ്പോ എനിക്ക് പേടിയാവുന്ന എൻ്റെ അമ്മേ. ഞാൻ മരിച്ചു പോവുക എൻ്റെ അമ്മേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. എൻ്റെ മോൾക്ക് ഒന്നും പറ്റില്ല. എൻ്റെ മോളെ പേടിക്കണ്ട കേട്ടോ. അമ്മ തരാം മോൾക്ക് വെള്ളം. ദാ മോളെ, ഈ വെള്ളം കുടിക്കും മോളെ. എനിക്ക് നല്ല വയ്യാഴികയുണ്ട്, നല്ല പനിയുണ്ട്. നമ്മൾ മോളെ വേറെ റൂമിലേക്ക് മാറ്റുവാണ്. ഒന്ന് നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എന്റെ മോളെ നമ്മളെ വിട്ട് പോയല്ലോ. ഞാനിത് സഹിക്കില്ല, എനിക്കിത് സഹിക്കാൻ കഴിയില്ല. 10-15 വർഷത്തിന് ശേഷം കിട്ടിയ വിധിയാണവൾ. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു, എല്ലാം തകർന്നില്ലേ. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും നമ്മുടെ മോളെ എന്താ ഡോക്ടർ നമുക്ക് രക്ഷിക്കാനാവാഞ്ഞത്? കഴുത്തിന് മുകളിൽ കടിയേറ്റാൽ വയസ്സുകൾ പെട്ടെന്ന് തലച്ചോറിലെത്തും. ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ചില സമയം നമ്മൾ നിസ്സഹായരാണ്. ഒരിറ്റ വെള്ളം പോലും കിട്ടാതെയാ എൻ്റെ മോള് ദയനീയമായി മരിച്ചത്. ഒരച്ഛനും അമ്മയ്ക്കും ഈ ഗതി വരുത്തല്ല എൻ്റെ ദൈവമേ. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളിലൊന്നാണ്. ഇതിലൊക്കെ ഒരു പരിഹാരം കാണാൻ അധികാരികൾ തുറന്നേ മതിയാവും. ഇനി നടപടി എടുത്താൽ തന്നെ പ്രതിഷേധവുമായി എത്തുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളെ, നിങ്ങളോടൊരു വാക്ക്. നാളത്തെ കുടുംബത്തിൻ്റെ അത്താണിയായ, നാളത്തെ പ്രതീക്ഷയായ പിഞ്ചു കുട്ടികളുടെ
ജീവനെ ഇതാണോ നിനക്ക് മൃഗസ്നേഹം? ചിന്തിക്കൂ, തുറന്ന് പ്രവർത്തിക്കൂ. നന്ദി.